നമസ്കാരം, റിച്ച് ഫാർമറാണ്. നമ്മളെ ഇപ്പോഴത്തെ കേരളത്തിലെ കുടുംബ വീടുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെലവ് എന്ന് പറയുന്നത് അത് ഗ്യാസ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഗ്യാസിൻ്റെ വില ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സബ്സിഡി മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബയോഗ്യാസിലേക്ക് എത്രയും പെട്ടെന്ന് കൺവേർട്ട് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണുക. സാധാരണ രീതിയിൽ രണ്ട് രീതിയിലുള്ള ഗ്യാസാണ് കേട്ടോ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് പോർട്ടബിൾ ആയിട്ടുള്ള ഗ്യാസും, അതായത് നമുക്ക് മാറ്റി വയ്ക്കാവുന്ന ഫൈബർ ടൈപ്പ് ആയിട്ടുള്ള ടാങ്ക് വരുന്നതുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഗ്യാസാണ്. ഇതൊരു ഗോബർ ബയോഗ്യാസാണ് 4 m3. നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു സയൻസ്, അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഗ്രാഫിക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓർഗാനിക് മാറ്റേഴ്സ് ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ, അതായത് ഒരു ഓക്സിജൻ്റെ അഭാവത്തിൽ ഈ ഓർഗാനിക് മാറ്റേഴ്സ് ഡീകമ്പോസിഷൻ നടക്കുമ്പോഴാണ് ഗ്യാസ് ഫോം ആവുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഗ്യാസ് എന്ന് പറയുന്നത്, ബയോഗ്യാസ് എന്ന് പറയുന്നത് 55 മുതൽ 60% വരെ മീഥൈനും ബാക്കി 60% കാർബൺ ഡൈ ഓക്സൈഡും ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു ബയോഗ്യാസ് പ്ലാന്റിലെ ഏതൊക്കെ പാർട്സാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിലാദ്യം വരുന്നത് മെയിനായിട്ട് ഒരു മിക്സിംഗ് ടാങ്കാണ്. ആ മിക്സിംഗ് ടാങ്കിലേക്കാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്ലറിയോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റോ മറ്റുള്ള വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കുന്നത് ആ ടാങ്കിലാണ്. അത് ഒരു ഇൻലെറ്റ് ചാമ്പർ വഴി നേരെ ഈ മെയിനായിട്ടുള്ള ഡോം അല്ലെങ്കിൽ ആ വലിയൊരു ഡ്രമ്മിൻ്റെ ഏറ്റവും അടിയിലേക്ക് വന്ന് ചാടും. അവിടെയാണ് പ്രോസസ്സിങ് നടക്കുന്നത്. അതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഫംഗ്ഷനിങ് കാരണം മുകളിൽ ഗ്യാസ് ഫോം ആയിട്ട് വരും. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ഓവർഫ്ലോ സ്ലറി ആയിട്ട് വേസ്റ്റ് തള്ളാനായിട്ട് ഒരു ഓവർഫ്ലോ ടാങ്ക് വരുന്നുണ്ട് സൈഡിൽ. അതിൽ കൂടെയാണ് മെയിനായിട്ടുള്ള സ്ലറിയൊക്കെ തള്ളി നമ്മൾ ആ ജൈവവളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു എക്സിറ്റ് പൈപ്പ് വരും. ആ പൈപ്പ് വഴി നമ്മൾ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ സ്റ്റൗ വയ്ക്കുന്ന ഭാഗത്തേക്കോ ആ ഗ്യാസിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോമൺ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള ഗ്യാസ് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ അളവ്, അതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റിൻ്റെ അളവും കൂടി നിശ്ചയിച്ചിട്ടാണ് ഏത് ടൈപ്പിലുള്ള ഗ്യാസ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പൊതുവേ ഒരു ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ ആണെങ്കിൽ ഒരു പോർട്ടബിൾ ഗ്യാസ് മതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അധികം ആളുകൾ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു മൈക്രോ ഫാമിലി, അതായത് ഒരു 4 പേര് അല്ലെങ്കിൽ അവിടുത്തെ പാചകത്തിൻ്റെ അളവ് കുറവ്, ആ രീതിയിലാണ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഗ്യാസ് ഒരു 1000 ലിറ്ററിൻ്റെ ഒക്കെ ഗ്യാസ് മതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് ഒരു ഫാം നടത്തുക, ഒരു പ്രത്യേകിച്ച് പശുവിൻ്റെ ഫാം നടത്തുക അല്ലെങ്കിൽ ചിക്കൻ ഫാം നടത്തുക, ചിക്കൻ്റേതായ രീതിയിലുള്ള ചിക്കൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ബയോഗ്യാസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഒരു 4 m3 ബയോഗ്യാസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 4.5 മണിക്കൂർ ശരിക്കും നമുക്ക് വീട്ടിൽ ഗ്യാസിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടും, ഗോബർ ബയോഗ്യാസ് ആയിട്ട് കിട്ടും. അതായത് LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് തന്നെ പറയാം. സാധാരണ രീതിയിൽ നമുക്കൊരു 3 മണിക്കൂർ മാക്സിമം എത്ര യൂട്ടിലൈസ് ചെയ്താലും ഒരു ആവറേജ് ഫാമിലിയിൽ ഒരു 3-3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ വീട്ടിലത്തെ പാചകത്തിൻ്റെ ഗ്യാസിൻ്റെ ആവശ്യങ്ങളൊക്കെ ഏറെക്കുറെ ഒരു 3 മണിക്കൂറിനുള്ളിൽ തീരേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് 4 m3, എനിക്കൊരു പശു ഫാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 പശുവിൻ്റെ ചാണകം ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു 2 പശു 3 പശുവിൻ്റെ ചാണകം മുഴുവനായിട്ടും ചാണകം മൂത്രം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഗ്യാസ് ആവശ്യം ഇതിൽ നടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു LPG സിലിണ്ടറിൻ്റെ ആവശ്യം വരുന്നതില്ല നമുക്ക്. ഇതുപോലെയുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബയോഗ്യാസിന് മെയിനായിട്ടും 4 അറകളാണ് വരിക, 4 പാർട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ ചാണകം കലക്കി ഒഴിക്കുന്ന ഒരു 6 ഇഞ്ച് പൈപ്പിൻ്റെ ഈ മെയിൻ പിറ്റിലേക്ക് പോകുന്ന ഒരു കണക്ഷനാണ്. ഇതിൽ നമ്മൾ ചാണകം മൂത്രമൊക്കെ വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒരു സ്ലറി പരുവത്തിൽ ഇതിലോട്ടാണ് നമ്മൾ ഒഴിക്കുക. ഇതിൽ ദിവസം വൈകിട്ട് ഒരു 4 ബക്കറ്റ് 5 ബക്കറ്റ് നമ്മൾ ഇതേപോലെ കലക്കി ഒഴിക്കും. അത് നമ്മൾ നേരെ ഈ അടിയിൽ കൂടെ വന്നിട്ട് ഈ മെയിൻ പിറ്റ്, ഇതാണ് ഇതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ഇതിലാണ് പ്രോസസ്സിങ് നടക്കുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ അടിയിലേക്ക് ഒരു 2 ആൾക്ക് താഴ്ചയുണ്ട്. 4 m3 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5-2 പേർക്ക് 2 ആൾക്ക് നിൽക്കാനുള്ള ഹൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അടിയിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ തട്ടിലേക്ക് ഇതിൻ്റെ ഗ്യാസാണ് ഫോം ആകുന്നത്. ആ ഫോം ആവുന്ന ഗ്യാസ് ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ഈ ഒരു ട്യൂബിലൂടെ നമ്മുടെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ എവിടേക്കാണോ സിലിണ്ടറിൻ്റെ ആവശ്യം വരുന്നത് അതിലേക്ക് ഈ പൈപ്പ് വഴി സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ലറി നേരെ വന്നിട്ട് ഒരു ലെവല്, ഇതൊരു ടാങ്കാണ്, ഔട്ട്പിറ്റാണ്. ഈ ഔട്ട്പിറ്റിലേക്ക് ഇതിൻ്റെ എക്സസ് വരുന്ന സ്ലറി ഇതിലേക്ക് വരികയും അവിടെ നിന്ന് തിരിച്ച് ലാസ്റ്റ് സ്ലറി പിറ്റിലേക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും.
ഇതാണ് സ്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഓൾറെഡി 2 ദിവസമായി ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു കട്ടപ്പരിവായി. ഇത് കണ്ടാ, ശരിക്കും ഒരു ലിക്വിഡ് പരിവായിട്ടാണ് വരിക. ഈ ഹോളിൽ കൂടെ വരുമ്പോൾ ഒരു ലിക്വിഡായിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പോൾ നാളെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വരേണ്ട സമയമായി. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് സ്ലറി പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടായതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം പോയിട്ട് പെട്ടെന്ന് കട്ടയായി. സ്ലറി എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം ജൈവവളമാണ്. എല്ലാവർക്കും അറിയാം, കൃഷി ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അതായത് ഇതിലൊരു 10 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്ന പച്ചക്കറി കൃഷിക്ക് കടക്കിൽ ഒരു ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് നല്ല സൂപ്പറായിട്ട് ഗ്രോത്ത് ആവും. സ്ലറി ഫോം ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് പ്രകടമായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്റ്റൗവിൻ്റെ യൂണിറ്റ് വന്നിട്ട് അടുക്കളയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആ പുറത്തുനിന്നുള്ള പൈപ്പിൽ നിന്ന് വന്നിട്ട് വാൽവ് വെച്ചിട്ട് നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആ വാൽവിൽ തന്നെ ഓൺ ഓഫ് ഉണ്ട്. അത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ആവും. അപ്പോൾ ഇത് ഒന്ന് കത്തിച്ചിട്ട് കാണിച്ചു തരാം. കത്തിച്ച് കണ്ടോ, നല്ല വോളിയത്തിലാണ് കത്തണത്. ഇത് ഇവിടെ തന്നെ ആ വാൽവുമേ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത്രയും നല്ല ഹൈറ്റിൽ പോകും. കണ്ടോ, ഇതിപ്പോൾ ഇത്രയും പ്രഷറിലാണ് കത്തണത്. സാധാരണ രീതിയിൽ മറ്റേ LPG സിലിണ്ടറിൻ്റെ ഗ്യാസിനേക്കാളും നല്ല ഹീറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. നമുക്ക് മറ്റേതൊക്കെ ഒരു 10 മിനിറ്റ് സ്റ്റൗമ്മ വെക്കണത്, ഇതുമ്മ വെക്കണത്, ഈ ബയോഗ്യാസിൻ്റെ സ്റ്റൗമ്മ വെക്കണത് ഏകദേശം ഒരു 7 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. ഈ സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെ മറ്റേ സാധാരണ സ്റ്റൗവിൻ്റെ പോലെ തന്നെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ഇതിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിൽ മേജറായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 4 M³ ഇപ്പോൾ ശരാശരി ഒരു 1 ലക്ഷത്തിന് അടുത്തുണ്ട്. ഇനിയിപ്പോൾ അതല്ല, അതൊരു ചെറുത് മതി, ഒരു 2 M³ അല്ലെങ്കിൽ 3 M³ ഒക്കെ മതിയാവും ഒരു വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിട്ട്. ഈ ഒരു ടൈപ്പ് പെർമനൻ്റ് ആയിട്ടുള്ള ബയോഗ്യാസിൽ ഒരു 3 M³ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു 75-70 ആ റേഞ്ചിലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം ഒരു 1000 രൂപ ആ റേഞ്ച് ആവറേജ് നമുക്കൊരു ഒരു സിലിണ്ടറിന് വേണം. അപ്പോൾ ഒരു മാസത്തേക്ക് ഒരു സിലിണ്ടർ എന്നുള്ള കണക്കിലാണെങ്കിൽ ഒരു 5 കൊല്ലത്തെ പൈസ നമ്മൾ മുൻകൂട്ടി കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈം ബേസിൽ വളരെ ലാഭകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. അതുകൂടാതെ തന്നെ ഒരുപാട് സബ്സിഡി സ്കീമുകൾ ഇതിൻ്റെ അണ്ടറിലുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനിലായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ക്ഷീരവികസന വകുപ്പുകൾ, അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ മുനിസിപ്പാലിറ്റിയിലോ എവിടെയെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള സബ്സിഡി സ്കീമുകൾ എപ്പോഴും ലൈവായിട്ട് നിലവിലുണ്ട്. അപ്പോൾ എനിക്കിത് സ്കീം പണിയാനായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് പകുതി 50% പൈസ എനിക്ക് അനുവദിച്ച് കിട്ടി. അപ്പോൾ അധികം മേത്തേക്ക് കാര്യമായിട്ട് ബാധിക്കില്ല ഇത്തരം സ്കീമുകൾ. നമുക്ക് സ്ഥലപരിമിതിയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ പെർമനൻ്റ് ആയിട്ടുള്ള ടാങ്കൊന്നും പണിയണമെന്നില്ല കേട്ടോ. നമുക്ക് സാധാരണ രീതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പോർട്ടബിൾ ആയിട്ടുള്ള സിസ്റ്റം കൂടി കിട്ടും. അപ്പം അത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഏജന്റുമാരായിട്ട് സംസാരിച്ചിട്ട് ആ രീതിയിൽ കൊണ്ടുവന്ന് വെച്ചാലും നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ഒരു പകുതി, അതായത് ഇപ്പോൾ ഒരു സിലിണ്ടർ നമുക്ക് ഒരു മാസമാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സിലിണ്ടർ LPG സിലിണ്ടർ 2 മാസമായിട്ട് നമുക്ക് നീട്ടി കിട്ടും. അതുപോലെ പശു അല്ലെങ്കിൽ ചിക്കൻ കോഴി ഫാമുകൾ അങ്ങനെയൊന്നും വേണമെന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി മാലിന്യങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ പലതരത്തിൽ ഏത് വേസ്റ്റ് ആയാലും നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ ആ ഒരു വോളിയത്തിൽ ഇതിൻ്റെ ഗ്യാസ് കിട്ടും എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിലൂടെ നടക്കും. നമ്മുടെ വീട്ടിലുള്ള ഗ്യാസുകൾ കംപ്ലീറ്റ് സീറോ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അതുപോലെ വീട്ടിലേക്കുള്ള ഗ്യാസും പ്ലസ് നല്ല അടിപൊളി ജൈവമായിട്ടുള്ള സ്ലറിയും കൂടി നമുക്ക് വളമായിട്ട് നമുക്ക് ഇതൊന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതിൽ ഇടാൻ പാടില്ലാത്ത കാര്യങ്ങൾ കോമൺ ആയിട്ട് പൊതുവെ ഈ ദഹിക്കാത്ത സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഒരു കോഴിയുടെ വേസ്റ്റ് ഇടുകയാണെങ്കിൽ ചിറകിടാൻ പാടില്ല എന്ന് പറയും. അതേപോലെ അത്തരത്തിലുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക്, അതേപോലെ സിട്രിക് ആയിട്ടുള്ള ഈ നാരങ്ങയുടെ തൊലി, അതേപോലുള്ള കാര്യങ്ങൾ, ചാരം, ചൂടുള്ള വസ്തുക്കൾ, ഇതൊക്കെ ഇതിൽ പോയി കഴിഞ്ഞാൽ പൊതുവെ ഇതിനുള്ള ഒരു ഓർഗാനിസത്തിന് ഒരു മൈക്രോ ഓർഗാനിസമാണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാക്ടീരിയ ഡെഡ് ആവാനും ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാകും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഇടരുത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.